പാലിൻ്റെ പാടയിൽ നിന്ന് നെയ്യും ബട്ടറും എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് 5 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് നെയ്യും ബട്ടറും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായി ഞാനിവിടെ ഇതുപോലെ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് തുറന്ന് വെക്കണം. അടച്ചു വെച്ചാൽ ഇതുപോലെ പാട ശരിക്കും ആവത്തില്ല. തുറന്ന് തന്നെ കുറച്ച് നേരം വെക്കണം. ഞാനിവിടെ രാവിലെ വെച്ച പാലിൻ്റെ പാട വൈകിട്ടാണ് എടുത്തത്. ഇതുപോലെ ഞാനിത് 2 ആഴ്ചത്തെ പാടയാണിത്. 2 ആഴ്ചത്തെ പാലിൻ്റെ പാട എടുത്ത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതിന് നമുക്ക് ഇത് തയ്യാറാക്കുന്ന ദിവസം തന്നെ നേരത്തെ എടുത്ത് വെളിയിൽ വെക്കുക. അത് മെൽറ്റായി കഴിയുമ്പം അതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം നല്ലവണ്ണം. ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവരും കാണും. പണ്ടൊക്കെ അമ്മമാർ തൈര് കടഞ്ഞിട്ട് നെയ്യെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പാലിൻ്റെ പാടയിൽ നിന്ന് നെയ്യെടുക്കുന്നത് ചിലർക്ക് അറിയത്തില്ലായിരിക്കും ഒരു പക്ഷേ. ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് മൊത്തം ഇട്ട് കൊടുത്തത്. അതിൽ പകുതി എടുത്ത് മാറ്റിയിട്ട് പകുതിയായിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നത്. ഇത് ഒന്നിച്ചിട്ട് അടിച്ചെടുത്താൽ അത് മൊത്തം വെളിയിൽ പോകും. അതുകൊണ്ട് പകുതിയായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കണം. ഈ രീതിയിൽ ഇങ്ങനെ ഇത് തെളിഞ്ഞു വരും. പാല് വേറെയായിട്ടും ആ നെയ്യുടെ അത് വേറെയായിട്ടും തെളിഞ്ഞു വരും. ബട്ടർ, നെയ്യല്ല ബട്ടർ. ഇനി ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം നല്ലവണ്ണം. 2-3 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. ഇവിടെ ഹിന്ദിക്കാർ ഈ കഴുകുന്ന ഈ വെള്ളം അത് കളയത്തില്ല. അവരത് പനീറാക്കും. അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചെടുത്ത് കൊടുത്തിട്ട് അതൊരു പനീറാക്കി എടുക്കാറുണ്ട്. ഇതിവിടെ കളയുകയാണ് ചെയ്തത്. ഇത് 2-3 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. തൈര് ചേർക്കാത്തത് കൊണ്ട് പുളിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പിന്നെ നിങ്ങൾ പാലിൻ്റെ പാട വെക്കുമ്പം വേണമെങ്കിൽ അല്പം തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈരൊന്നും ചേർത്തിട്ടില്ല. ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാനിവിടെ പകുതി മാറ്റി വെച്ചിട്ട് പകുതിയാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി അറിയിക്കുക. ഞാനിവിടെ ഇതുപോലെ പകുതി എടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബട്ടറായിട്ട് ഉപയോഗിക്കാം. ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രെഡൊക്കെ ഒന്ന് നമ്മൾ തയ്യാറാക്കുമ്പം അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നല്ലതാണ്. ബട്ടറായിട്ട് ഉപയോഗിക്കാം. ഇത് ഫ്രീസറിൽ വെച്ചാൽ മതി അടച്ച്. പിന്നെ പകുതി നമുക്ക് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഉരുക്കിയെടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഞാനിത് ഇത്രയും ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു പകുതി ഭാഗം ബട്ടറായിട്ടും പകുതി ഭാഗം നെയ്യായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.